ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ മീറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വാട്ട്സ്ആപ്പ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ടെണ്ണാറ് CB 1000, അതുപോലെ തന്നെ Z800 ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ CB 1000 എടുത്തിട്ട് ഇറങ്ങണം. കാരണം ടെണ്ണാറ് ഞാൻ ഇന്നലെ നൈറ്റ് ഓടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് മാത്രമാണ് ഒരാഴ്ച റെസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇവനെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇവനെയും കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ആദ്യം എണ്ണ അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയേട്ടാ. നമ്മളെ സ്വന്തം ഭായിമാരാണ്. 1100. അപ്പോൾ ഗൈസ്, അത് രാവിലെ ഞാൻ CB 1000R എടുത്തിട്ട് എങ്ങോട്ടാണ് പോണത് എന്നല്ലേ. ഇതാണ് നമ്മളെ ഒക്ടേനെക്സിൻ്റെ ഗ്രൂപ്പ്. ഇതിനകത്ത് നോക്കിയാൽ കാണാം 28 മെമ്പേഴ്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം ഒരുപാട് വണ്ടിയും അതിൻ്റേതായ രസങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഒന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ NH6 സൈഡാക്കി നിർത്തിയതാണ്. കാരണം അവർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ നിൽക്കുന്നത് കേട്ടോ. അപ്പം അവർ വന്നിട്ട് ഞാൻ അവരെ കൂടെ പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഏകദേശം ഞാനൊരു അരമണിക്കൂറിന് മുകളിൽ ഇപ്പോൾ ഞാൻ അവരെ കാത്തു നിന്നു. ഒന്നുമല്ല, അവർ പോകുന്ന ഫ്ലൈ ബൈ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവർ പോകുന്ന ഒരു ഫ്ലൈ ബൈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെയിറ്റ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവർ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. 2 ആളിതാ പോണ്. പോട്ടെ 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 പോട്ടെ. ആ സൗണ്ട് മേന, അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. കാരണം നമ്മളിങ്ങനെ പോകുന്നില്ലേ ഉള്ളൂ, സൈഡിൽ കൂടെ നമ്മളിങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പോൾ പുറത്തുള്ളവർക്ക് എന്ത് നല്ല കാഴ്ച ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു വ്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ ഇന്നാണ് ആ ഒരു കറക്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ GS പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇല്ലൻ 4 വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഇല്ലൻ 4 വണ്ടി പോകുമ്പോൾ ആ ഒരു സൗണ്ടും ആ ഒരു സൗണ്ടിനോട് കൂടെ ആ ഒരു വിഷ്വലും കൂടി വരുമ്പോൾ അടിപൊളിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇല്ലൻ 4 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി സൂപ്പർ ബൈക്ക് കാണുന്നുണ്ടെങ്കിൽ സൗണ്ട് നിർബന്ധമാണ്. എന്നാലും ആ ഒരു എന്താ പറയുക, ഒരു വൈബ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സൂപ്പർ ബൈക്ക് ഉണ്ട്, സ്റ്റോക്ക് വെച്ച് ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഇലക്ട്രിക് വണ്ടി പോകണ പോലെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ BS6 വണ്ടികൾ ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. അപ്പം ഇനിയും ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ കോർ ടീമും ഉണ്ട് കേട്ടോ. പുതിയ ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ പഴയ ആൾക്കാരും ഉണ്ട്. മുന്നിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്. ഓലൊന്നും ഈ വഴിയിലേ കാണുന്നില്ല കേട്ടോ. ശരിക്കും ഗ്രൂപ്പ് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോകണം, അതാണ് ആ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകണതാണ്. പലരും പല രീതിയിലുള്ള റൈഡിങ് ആയതുകൊണ്ട് തന്നെ ചിലർ മുന്നിൽ പോവും, ചിലർ പതിയെ ബാക്കിൽ വരും, നടുവിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവും. അപ്പം പുറത്തു നിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ടറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാങ്ങിൻ്റെ കൂടെ ഇങ്ങനെ പോകണം.
അപ്പം ഫുൾ ടൈം മിററിൽ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ ക്യാച്ച് ചെയ്യാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ മിറർ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിലുള്ള ആളെ കാണാം. ബാക്കിലുള്ള ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോ ആക്കണം. അങ്ങനെ ഓരോരുത്തരും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് റൈഡ് എന്താണ് എന്നുള്ളത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഇതിപ്പം ഞങ്ങൾ എവിടെയാണോ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്നത് അല്ലെങ്കിൽ മീറ്റപ്പ് പോയിന്റ് വരുന്നത്, ആ പോയിന്റിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കാണാറുള്ളൂ. ചിലർ മുന്നിൽ പോവും, ചിലർ ബാക്കിലുണ്ടാവും, ചിലർ നടുവിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പം ഏറ്റവും അതിൻ്റെ ഒരു വൃത്തി ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് എല്ലാവരും ഒരേ രൂപത്തിൽ ഒരേ സ്പീഡിൽ ലൈനായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് കാണുന്നവർക്കും നല്ല ഒരു ഭംഗി ഉണ്ടാവും. ഒരു ചിരിച്ച ഒരു ഹായ് എടുത്ത് അപ്പോൾ താണ്ടേ എല്ലാവരും ഇറങ്ങാട്ടോ. ഇനി നേരെ അങ്ങോട്ടാണെന്നല്ലേ, നേരെ പോണത് കോട്ടക്കൽ തന്നെയാണ്. കോട്ടക്കൽ ഷെഫ് ലെബനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പിരിയാം എന്നാണ് നമ്മളെ പ്ലാനിലുള്ളത് കേട്ടോ. അപ്പം ഇവിടുന്ന് ഇറങ്ങാട്ടോ. ഞങ്ങൾ കൂടെ ഒരു പച്ചക്കിളിയും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ടണ്ണാറും കൂടി ഉണ്ടെങ്കിൽ സെയിം പച്ച കളറായനെ. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? അസ്സലാമു അലൈക്കും. നല്ല റാത്ത്. ഇതിങ്ങനെ വേറൊരുത്തൻ അവൻ്റെ വണ്ടി വിടണം. അവിടുന്ന് ഇങ്ങോട്ട് നടക്കാൻ അവനക്ക് കഴിയൂല. ഈ ആര് റോസിയോ നടന്നൂടെ എനിക്ക്? ഇതിൻ്റെ സൗണ്ട് വെച്ച് നോക്കുമ്പം ആരോ പുട്ടുകുറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു കോളാമ്പിയാണ് കേട്ടോ. ആ ഒരു സൗണ്ട് വെച്ച് നോക്കുമ്പോഴേ കോളാമ്പി എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? പഴയ കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് സ്പീക്കറാണ്. അപ്പോൾ ഏകദേശം അതുപോലെ നീണ്ടിട്ടുള്ള ഒരു കുറ്റിയാണ് ഇപ്പോൾ ഇത്. അതിനകത്തുനിന്ന് വരുന്ന സൗണ്ടും അതേപോലെ തന്നെ. ഷെഫ് ലെബനൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GS 1300, F900, 1250, 900, S1000RR, 2 ഗോൾഡ് വിങ്, C800, Z1000, അതുപോലെ തന്നെ 1300 ഉണ്ട്, Ninja 1000, 2 ബൂസ. മാറിക്ക് 2 ബൂസ വരുന്നുണ്ട്. പിന്നെ 1250 വരുന്നുണ്ട്, ട്രേഡൻ്റ് വരുന്നുണ്ട്, CBR കണ്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ 3 CBR വരുന്നുണ്ട്, സെയിം F900 വരുന്നുണ്ട്, ഒരു മോൺസ്റ്റർ വരുന്നുണ്ട്, Z900, പിന്നെതാ എൻ്റെ CB 1000R. അപ്പം ഇത്രയും വണ്ടികളുണ്ട്. അതായത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ മീറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു 1.5 ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാനിവിടെ കയറി കഴിക്കുന്നില്ല കേട്ടോ. എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് സ്കൂട്ടാവും. അപ്പോൾ ഗൈസ് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഗൈസ് അവർ ഫുഡ് കഴിക്കാൻ കയറി. കുറച്ച് പേര്
അവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. കാരണം സൺഡേ ആണ്, ഓരോരുത്തർക്കും ഓരോരോ പരിപാടികളുണ്ടാവും. അപ്പോൾ ബാക്കി പേര് അവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഇനി അവർ ഫുഡ് കഴിച്ചതിന് ശേഷം പലരും പല വഴിക്ക് ഇങ്ങനെ നീങ്ങും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഒരുപാട് ആളുകൾ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് അവസാനിച്ചതുപോലെ തോന്നിട്ടു. കാരണം ഇപ്പോൾ അങ്ങനെ കുറച്ച് ദൂരെങ്കിലും അധികം പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടോ. കാരണം അത്രയും നല്ല ഒരു ഷോർട്ട് റൈഡായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടിയുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാണാനും കേൾക്കാനും ഒരുപോലെ രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ നേരെ വീട്ടിലേക്ക് പോകണം. ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുവരെ ബൈ.